ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോണത് വൺ ബ്ലോക്ക് ആണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഗൈസ്, നമ്മൾ വൺ ബ്ലോക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ബ്ലോക്ക് അത് പൊട്ടിക്കുക, അതാണ് നമ്മുടെ വൺ ബ്ലോക്കിൻ്റെ കാര്യങ്ങളൊക്കെ വരണത്. അപ്പോൾ വൺ ബ്ലോക്ക് കുറേ ഗെയിമേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചെന്നാൽ പോരെ, നമുക്ക് നേരെ പണിയിലേക്ക് കിടക്കാം ഗൈസ്. ഗൈസ്, നമ്മളിവിടെ ഇതാണ് നമ്മുടെ ബ്ലോക്ക്, നമുക്ക് പൊട്ടിക്കാട്ടോ ഗൈസ്. നമ്മൾ അറിയാണ്ട് താഴെ പോയിട്ടുണ്ട്, ചാവ് ഉറപ്പാ. നമ്മൾ ആദ്യത്തെ ചാവൽ ചത്തുണ്ട്. ഇപ്പം നമ്മുടെ ഒരു ബ്ലോക്ക് ഇട്ടിട്ടുണ്ട്, ക്രൗച്ച് ചെയ്ത് നിന്നിട്ട് മൈൻ ചെയ്യാം ബാക്കിയുള്ളത്. നമുക്ക് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാട്ടാ. ഞാൻ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്യും, ബിക്കോസ് എല്ലാം കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നതിനെക്കാട്ടും നല്ലത് ചിലതൊക്കെ കട്ട് ചെയ്ത് കളയണമല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ കുട്ടിയിൽ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഞാൻ കുറച്ച് ഇതാക്കിയിട്ടുണ്ട് ഓഫിൽ. ഇപ്പോഴും പറക്കൽ തന്നെയാണ്. ഇപ്പം എനിക്ക് ഒരു റാബിറ്റിനെ കിട്ടിയത് നിലത്ത് പോയിട്ടുണ്ടാവും ഗൈസ്. നമ്മളിവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക തന്നെ കേട്ടോ. ഇവിടെ ഡേട്ടും വുഡും പിന്നെ പമ്പിനൊക്കെയാണ് കൂടുതൽ വരുന്നത്. നമ്മൾ കുറേ നേരമായി പൊട്ടിക്കുന്നു. നമ്മളിൽ കുറച്ച് ഡേട്ടായിട്ട് വേണം നമുക്ക് ഇവിടേക്കൊന്ന് ബിൽഡ് ചെയ്യാനായിട്ട് ഗൈസ്. നമ്മുടെ ഇപ്പോൾ 16 ഡേട്ടായിട്ടുണ്ട്, പിന്നെ 5 പതിക്കും. അപ്പോൾ ഇപ്പം രാത്രി ആയിട്ടുണ്ട്, രാവിലെ നമുക്ക് കുറച്ച് ടൈം എടുക്കുമായിരിക്കും. അപ്പോഴേക്കും നമുക്ക് ഒരു ഷീപ്പിനൊക്കെ കിട്ടുവച്ചാൽ നല്ലതിന്. പിന്നെ ഇതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല കളിക്കണം. എന്നാലും ഇത് വേറെ മോഡായതുകൊണ്ട് എനിക്ക് അധികം ഒന്നും അറിയില്ല. ഞാൻ അത് കുറച്ചുകൂടി അങ്ങോട്ട് ബിൽഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഒന്നുകൂടി ബ്ലോക്ക് കുറച്ചിട്ട് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. നമ്മൾ ബ്ലോക്ക് പൊട്ടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഇതിലിനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടാവുകയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അതുവരെ വൺ ബ്ലോക്ക് കളിച്ചിട്ടില്ല. നമ്മുടെ സാധാ മൈൻക്രാഫ്റ്റ് മാത്രമേ ഞാൻ കളിച്ചിട്ടുള്ളൂ. വൺ ബ്ലോക്ക് ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യണത്. ഇവിടെ ഞാൻ കുറേ പൊട്ടിക്കുന്നുണ്ട്, നമുക്ക് കുറേ ഡേട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ അത് വായിച്ചു നോക്കിയപ്പോൾ അറിഞ്ഞത് ഇതിൽ കുറേ ബയോമുകളൊക്കെ വരുന്നതാണ്. ഇതെങ്ങനെയാണെന്നൊക്കെ വഴിയെ കാണാം. അപ്പോൾ ഇവിടെ എനിക്കൊരു പശുവിനെ വന്നിട്ടുണ്ട്, ഒരു പശു വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ബ്രീഡ് ചെയ്ത് ഒരു ഫാം ഉണ്ടാക്കണം. ആ ഫാമായിട്ട് നമുക്ക് പിന്നെ വല്ല ഭക്ഷണം കിട്ടും. ഇവിടെ നോക്കിയാൽ കുറേ ഡേട്ടാണ്. ഇപ്പം എനിക്ക് 40ഓളം ഡേട്ടായിട്ടുണ്ട്. ഞാൻ വുഡ് കുറച്ചുണ്ട്, ഞാൻ മൈൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്തായാലും ഇപ്പം എൻ്റെ ഒരു സ്റ്റാക്ക് ഡേട്ട് കഴിയും. ഇവിടെ വെച്ചാൽ പശു തന്നെ മൈൻ ചെയ്യാനേ സമ്മതിക്കുന്നില്ല. പശു വട്ടം കറങ്ങാണ് എൻ്റെ വീട്ടിന്. ഉണ്ടാ വീണ്ടും ഇത് അവിടെ വന്നിട്ടുണ്ട്. ഞാനാച്ചത് എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടിയിട്ട് മൈൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഗൈസ്, നമ്മൾ വീണ്ടും വീണ്ടും മൈൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഡേട്ട് മാത്രമാണ് കിട്ടുന്നത്, ഡേട്ടും പിന്നെ വുഡും മാത്രമാണ് ഇപ്പോൾ കിട്ടണുള്ളൂ. ഇനി വേറെ വല്ലതും വരുമോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ പോസ് ചെയ്യാണ്. ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ ഫുള്ള് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പശു ഞാൻ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. വീണ്ടും ഡേട്ടും വുഡും മാത്രം. ഞാനത് പൊട്ടിച്ച് മടുത്ത് ഗൈസ്. ഇവിടെ ഡേട്ട് പൊട്ടിച്ചിട്ട് ആകെ മടുത്തിരിക്കുന്നു ഗൈസ്. ശോകം ഗൈസ്. ഞാനിവിടെ കുറേ പൊട്ടിക്കുന്നുണ്ട്. വുഡ് വരിക, അത് കഴിഞ്ഞാൽ ഡേട്ട് വരിക, വുഡ് വരിക, അത് കഴിഞ്ഞാൽ ഡേട്ട് വരിക. അങ്ങനെ റീസൈക്കിളായിട്ടാണ് നടക്കുന്നത്. പിക്കാക്സും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വിചാരിച്ചിട്ടുള്ള ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് ഒരു പിക്കാക്സും ഷവരും മാക്സും ഉണ്ടാക്കി കഴിഞ്ഞാൽ സിമ്പിളാവുന്നു. അപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇട്ടിട്ടാണ് ഞാൻ സാധനങ്ങൾ ഉണ്ടാക്കാൻ. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള സ്റ്റിക്കും കിട്ടും, അതൊക്കെ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ അവിടെ സ്റ്റിക്ക്
സ്റ്റിക്ക് ഉണ്ടാക്കി. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് ഉണ്ടാക്കാം. പിക്കാക്സ്, ഷവല്, ഇനി ആക്സും കൂടി ഉണ്ടാക്കിയാൽ മതി. ആക്സും റെഡി. പക്ഷെ നമുക്കിനി സ്പീഡിലാണ് മൈൻ ചെയ്യാം. അതേ കൂട്ട് ഇത് സ്വിച്ച് കളിക്കണം. ഇതിനെ പിക്കാക്സ് ആയിട്ട് പറിക്കാൻ ഒന്നും വരുന്നില്ല, അതുകൊണ്ട് പിക്കാക്സ് അവിടെ ഇരിക്കുന്നുണ്ട്. ഷവലും ആക്സുമാണ് ഇപ്പോൾ ഉപകാരപ്പെടുന്നത്. ഇതിലാകെ വുഡ് വരിക ഒരു വുഡ് എത്താൻ കഴിയും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ വരിക. ഇടയ്ക്കാണ് ഇങ്ങനെ ഇത് വരിക, നമ്മുടെ ഡേർട്ട് ഇങ്ങനെ വരിക. 40 ഡേർട്ടായാലും ഇപ്പോൾ നമ്മുടെ ഇത് നമ്മളറിയുന്നത് ഈ ആക്സായിട്ട് ഡേർട്ട് കുറയ്ക്കുന്നുണ്ട്. നമുക്കറിയില്ല, ഡേർട്ട് വേഗം പൊട്ടിപ്പോകും. അപ്പോൾ നമ്മുടെ ഷവലിൻ്റെ ഹെൽത്തൊക്കെ അറിയാൻ പറ്റും. ഷവല് പൊട്ടാറായുണ്ട്. ആക്സ് ഇപ്പോഴും പച്ചാത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളറിയാണ്ട് ഷവലായിട്ടൊക്കെ വിട്ട് മൈൻ ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ മൈൻ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നിട്ട് എനിക്കാകെ തലവേദനയൊക്കെ എടുത്ത്. അപ്പോൾ പശുവിന് വേറൊരു പേരിനെ കിട്ടിയിട്ടുണ്ട്. അടുത്ത പശു വന്നിട്ടുണ്ട്. ഈ പശു വെച്ചാൽ നമ്മൾ മൈൻ ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ ഞാനൊരു അടിയെ കൊടുത്തു. അപ്പോൾ ഞാൻ ഇവിടെ മൈൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കൗകളച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് ആകെ ശല്യം ചെയ്യാണ്. ജസ്റ്റ് ഇതെന്ത് സംഭവം? വാട്ടർ ബക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ, ഐസും പിന്നെ കുറച്ച് സാപ്ലിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ കഴിക്കാനുണ്ട്, പൊട്ടറ്റോ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പതുക്കി ജസ്റ്റ് എടുത്ത് എന്താ ഗൈസ്, ഈ ഡാർക്ക് ഗൈസ് നമ്മുടെ ലെവൽ 2 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പിക്കാക്സാണ് കണ്ടത് മൈൻ ചെയ്യാൻ. ഇപ്പോഴും നമ്മളെ പശുക്കൾ ശല്യം ചെയ്യാൻ. അപ്പോൾ നമ്മൾ കുറേ മൈൻ ചെയ്തിട്ടോ. ഞാൻ ഒന്ന് കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറേ മൈൻ ചെയ്തു. കോള് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും മൈൻ ചെയ്യാണ്. ഇപ്പോൾ പിന്നെ സ്റ്റോണാണ്, നമ്മുടെ ഡേർട്ടൊന്നും കാണാനില്ല. ഇപ്പോൾ സ്റ്റോണും മാൻസൈറ്റും പിന്നെ അങ്ങനത്തെ ഒക്കെ കുറേ എണ്ണമാണ് വരുന്നത്. ഒരു ഡാർക്ക് ഒന്ന് എന്തൊക്കെ എഴുതി വന്നിട്ടുണ്ടായിരുന്നു. ഗൈസ് അയൺ കിട്ടിയിട്ടുണ്ട്. ഗൈസ് നമ്മുടെ ഫസ്റ്റത്തെ അയൺ കിട്ടി. പക്ഷെ നമ്മുടെ കയ്യിൽ പറഞ്ഞ സ്റ്റോൺ പിക്കാക്സ് ഇല്ല. നമുക്ക് എന്തായാലും ഉണ്ടാക്കണം. നമ്മളങ്ങനെ ഒരു സ്റ്റോൺ പിക്കാക്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഇൻവെൻറ്ററി ഇപ്പോൾ കോളായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ചെസ്റ്റ് ഉണ്ടല്ലോ നേരത്തെ കിട്ടിയത്, അത് ഇട്ടിട്ട് നമ്മുടെ ഇൻവെൻറ്ററി ഒന്ന് ക്ലിയർ ചെയ്യുക. കണ്ണി കണ്ട ചപ്പും ചവറൊക്കെ അതിലാണ്ട് കയറ്റി വെക്കാം. അല്ലാണ്ട് വേറെ കാര്യമില്ല. ഇടിച്ചാണ്ട് ഇരിക്കട്ടെ, നമുക്ക് സാപ്പിങ് നട്ടൊക്കെ. ഞാൻ എപ്പോഴും ഓർത്ത് അതിൻ്റെ കാര്യം. വാട്ടർ ബക്കറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ കയറി ഇരിക്കട്ടെ. പിന്നെ ചപ്പും ചവറൊക്കെ അങ്ങോട്ട് കയറട്ടെ. അതെങ്ങാനും നമ്മൾ നിലത്ത് വീണ് കഴിഞ്ഞാൽ ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അത് കാരണം എല്ലാം അതിൻ്റെ മേലെ കയറി ഇരിക്കട്ടെ. ഡേർട്ട് പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് ഇവിടെ തന്നെ ബിൽഡ് ചെയ്യാനായിട്ട് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് നട്ടാൽ മതി. അപ്പോൾ നമ്മളിത് ഇവിടെ നടുകയാണ്. ഇവിടെ നട്ടത് നമുക്കിന് കൊണ്ടേ നടാം. നമുക്ക് ഈ അയണാണ്ട് പാർത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അയണായുണ്ട്. അപ്പോൾ സെക്കൻഡ് അയണായുണ്ട്. സെക്കൻഡാണോ ഫസ്റ്റാണോ അറിയില്ല, മറന്നുപോയി. എനിക്ക് നേരത്തെ ഒരു അയൺ കിട്ടിയാണ്. പക്ഷെ ഇപ്പോൾ ഫുൾ അയണാണ് കിട്ടണത്. ഡേർട്ട് കിട്ടിയത് അങ്ങനെ പുറത്തുകൊണ്ടിരിക്കുക തന്നെയാണ്, നോക്കിയിട്ട് പോലെ. അപ്പോൾ പിന്നെ സ്റ്റോൺ പിക്കാക്സ് ഇട്ടിട്ട് തന്നെ എല്ലാം പൊട്ടണ കാരണം സ്പീഡിലാണ്ട് പൊട്ടിപ്പോകുന്നുണ്ട്. അത് കാരണം കുഴപ്പമില്ല. ഏകദേശം നമ്മുടെ ഒരു ടോട്ടൽ 4 എണ്ണമുണ്ട്. പിന്നെ കോളുണ്ട്. പശു ഇടയ്ക്ക് ഒരു വന്നിട്ട് ശല്യം ചെയ്യുന്നു. അടിച്ച് കൊല്ലുന്നപ്പോൾ പശു ഇല്ല. പിന്നെ പശു വന്നിട്ട് നമ്മളതാക്കാൻ കിട്ടി. ഇനി ഞാൻ കുറച്ച് ടൈം ഡേറ്റ് കാണിക്കുകയാണ്. കുറച്ച് സ്പീഡായിക്കോട്ടെ നമ്മളിനി ചെയ്യണമൊക്കെ. ഇനി ഫുള്ള് മൈനിങ് അല്ലേ, അപ്പോൾ അതങ്ങനെ കിടക്കും.
അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇതുവരെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ഡേയിൽ കാണാം. അപ്പോൾ നമുക്ക് 9 കിട്ടി. അപ്പം ബൈ ഗൈസ്.